Royal Bazaar, one destination for every home need. 100% quality groceries, fruits, stationery items എല്ലാം ഓഫറുകളോടെ തന്നെ ഇവിടെ ലഭ്യമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡഡ് ഹോം അപ്ലയൻസസും ഇവിടെ ലഭ്യമാണ്. അതും EMI ഓപ്ഷൻസിലൂടെ. ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം. റോയൽ ബസാർ, മെയിൻ റോഡ്, ചേലക്കര. അഭീഷ്ടാഗ്രഹ സാഫല്യമേകി പൊങ്കാലയിടൽ മഹോത്സവം തിരുവില്വാമല പറക്കോട്ടുകാവിൽ ഭക്തി പുരസ്സരം നടന്നു. തിരുവില്ലോമല പറക്കോട്ട് താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച പൊങ്കാലയിടൽ നടത്തി. നിരവധി വനിതകൾ പൊങ്കാലയിടൽ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ നായർ സംസാരിക്കുന്നു. ട്രഷറർ M. കേശവൻ സന്നിഹിതനായിരുന്നു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പൊങ്കാല സമർപ്പണം നടത്തിയത്. നിവേദ്യ പൂജകളും നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം നടന്നു. തുടർന്ന് ഗണപതി ഹോമവും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ക്ഷേത്രോപദേശക സമിതി കമ്മിറ്റി മെമ്പർമാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാർ, തിരുവില്വാമല പരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വെച്ച് നിവേദ്യത്തിനും പൊങ്കാല താലപ്പൊലിക്കും ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 3 ദിവസം ലക്ഷാർച്ചന നടന്നു കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് പൊങ്കാല രാവിലെ നടത്തുകയും വൈകുന്നേരം ക്ഷേത്ര ഉപദേശക സമിതിയും ദേശക്കാരും കൂടി കൊടി ഉയർത്തുകയും ചെയ്യുന്ന ദിവസമാണ്. ഇന്നു മുതൽക്ക് ഒരാഴ്ച തിരുവില്വാമല പരക്കോട്ടുകാവ് താലപ്പൊലി എന്ന് പറഞ്ഞാൽ പൂരങ്ങളാണ് എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും തിരുവില്വാമല. കേരളത്തിലെ സുമാർ രണ്ടാം തരത്തിലുള്ള മരുന്നുപണിയും പരിപാടിയും നടത്തിയിരുന്ന ക്ഷേത്രമാണ് പരക്കോട്ടുകാവ്. ഏത് സമയത്തും നല്ല നിലയിൽ ഭഗവതി സഹായിച്ച് കരിമരുന്ന് പ്രയോഗം നടത്താറുണ്ട്. 1-2 കൊല്ലം മാത്രം ഒരു ചെറിയ തടസ്സം വന്നു എങ്കിലും ഈ പ്രാവശ്യവും ഇന്നും നമ്മൾ കരിമരുന്ന് പ്രയോഗം നടക്കുന്നുണ്ട്. അതോടുകൂടെ മറ്റുള്ളതിനുള്ള സാങ്ഷനും പരിപാടികളും നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും ഒരുപോലെ സഹകരിച്ചു കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രവുമാണ് തിരുവില്വാമല പരക്കോട്ടുകാവ് ക്ഷേത്രം. ആയതിൻ്റെ നടത്തിപ്പും ദേവസ്വവും ക്ഷേത്രോപദേശക സമിതിയും അതിന് പുറമെ നാട്ടുകാർ 3 ദേശക്കാരും കൂടിയാണ് ഇത് കൊണ്ടു നടക്കുന്നത്. വൈകുന്നേരം താലപ്പൊലി ദിവസം വൈകുന്നേരം 3 ആനകളെ കാവിലിറക്കുകയും ബാക്കി മുഴുവൻ പുറത്ത് നിർത്തുകയും 3 ആനകളെ കൊണ്ട് എഴുന്നള്ളിച്ച് വേല ഒരു 8 മണിയോടുകൂടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമാണ് ഇന്നിവിടെ നടക്കുന്നത് പൊങ്കാല സമർപ്പണം. അമ്മയ്ക്ക് പണ്ട് ഞങ്ങൾ വെച്ച് നിവേദിച്ച് നമ്മൾ തന്നെ നേദിച്ചു കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് ഇന്ന് മാറി ഭഗവതിയുടെ സഹായത്താൽ തിരുമേനിയെ കൊണ്ട് പൂജ കഴിച്ച് എല്ലാ ആൾക്കാർക്കും ദീപം കൊളുത്തിക്കൊടുത്ത് പുതിയതായി പരിപാടികൾ നടക്കുന്നു. 10-50 താഴെ സുമാർ നിവേദ്യങ്ങൾ നടക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി പണ്ടുണ്ടായിരുന്നതിന് ഇത് ഈ നിലയ്ക്കും നമ്മൾ നിർത്താതെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഇക്കൊല്ലത്തെ താലപ്പൊലിയോടനുബന്ധിച്ച് നടക്കുന്നത്. ക്ഷേത്രം ശാന്തി സുഭാഷ് പ്രധാന അടുപ്പായ പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നു. തുടർന്ന് മറ്റടുപ്പുകളിലേക്കും ദീപം ജ്വലിപ്പിച്ചു. വൈകിട്ട് നാദസ്വരവും കൊടിയേറ്റവും നടന്നു. ഡബിൾ തായമ്പക, ഗംഭീര സാമ്പിൾ വെടിക്കെട്ട് എന്നിവയും താലപ്പൊലി മഹോത്സവം ആഘോഷാരംഭത്തിന് പൊലിമ നൽകി. പറക്കോട്ടുകാവ് ദേവസ്വം ഓഫീസർ N. സുമ ആഘോഷ പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇത്തവണത്തെ താലപ്പൊലി മഹോത്സവം വിവിധ പരിപാടികളോടെ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളതാണ്. ഇന്ന് രാവിലത്തെ വെച്ച് നിവേദ്യം, അതായത് പൊങ്കാലയോടുകൂടി ആരംഭിച്ചിട്ടുള്ളതാണ്. ഭക്തജനങ്ങൾ അത്യാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊങ്കാലയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വൈകുന്നേരത്തെ കൊടിയേറ്റത്തോടുകൂടി പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതിൽ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഉപദേശക സമിതി ഭാരവാഹികൾക്കും നന്ദി പറയുകയാണ്. എല്ലാ ഭക്തജനങ്ങളും 11-ാം തീയതിയിലെ താലപ്പൊലിക്ക് പങ്കെടുത്ത് നല്ല രീതിയിൽ വിജയിപ്പിക്കണമെന്ന്. CCV ന്യൂസ്, തിരുവില്വാമല.